മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധിയിൽ പ്രതികരിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. നിലവിൽ 23 വയസ്സുള്ളവർക്ക് മാത്രമേ മദ്യം വാങ്ങാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ നടക്കുന്നു. അത് ലംഘിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയിലും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. നാളെ വിൽപ്പനയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള നികുതി നിരക്കാണ് പറഞ്ഞത്. മദ്യം വിൽക്കണമെങ്കിൽ ലേബൽ രജിസ്ട്രേഷനും ബ്രാൻഡ് രജിസ്ട്രേഷനും ശേഷം എക്സൈസ് ആണ് അനുമതി നൽകേണ്ടത്. മിലിറ്ററി ക്യാൻറ്റീൻ ഉൾപ്പെടെ എവിടെയാണെങ്കിലും മദ്യം വിൽക്കണമെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ അനുമതി വേണം. ഫിനാൻസ് ബില്ലിലെ ക്ലോസുകൾ നിലവിൽ വരണമെങ്കിൽ മദ്യനയം വരണം. പിന്നാലെ നോട്ടിഫിക്കേഷനും വരണമെന്നും എം ലിജു പറഞ്ഞു. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച തർക്കങ്ങൾ ഇല്ല. ബജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. VM സുധീറിന് ആശങ്ക പറയാം. ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായം ആർക്കും പറയാം. CPM-നെ പോലെ പിണറായി വിജയൻ പറയുന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് കരുതുന്നവരല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രാധിപതികളില്ല. ഞങ്ങൾക്ക് യെസ് ബോസ് കൾച്ചറുമില്ല. കേരള ബാങ്ക് അവധാനതയോടെ പ്രത്യാഘാതങ്ങൾ നോക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. 1,29,000 കോടിയുടെ ബിസിനസ് നടക്കുന്ന അപ്പെക്സ് ബോഡിയാണ് അത്. കേക്ക് മുറിക്കുന്നത് പോലെ തീരുമാനമെടുക്കാൻ കഴിയില്ല. കേരള ബാങ്ക് രൂപീകരിച്ച തീരുമാനം 3 ടയർ സിസ്റ്റമായിരുന്നു. സഹകരണ ബാങ്കുകളുടെ ഘടന അതിനെ സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. അത് തെറ്റായിരുന്നുവെന്ന് അന്ന് തന്നെ UDF വ്യക്തമാക്കിയതാണ്. പക്ഷേ നിലവിൽ സാമ്പത്തിക കാര്യങ്ങൾ കൂടി നോക്കിയേ തീരുമാനം എടുക്കുകയുള്ളൂവെന്നും എം ലിജു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.